ഹായ് ഫ്രണ്ട്സ്, നവംബർ 8 2025 നടന്ന 145/2025 മലയാളം മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഫൈനൽ ആൻസർ കീ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആര്? ആൻസർ ഡോക്ടർ എ ജയതിലക്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ISROയുടെ പുതിയ ചെയർമാൻ ആര്? ആൻസർ ഡോക്ടർ വി നാരായണൻ. 3, ദേശീയ കായിക ദിനമായി ആഘോഷിക്കുന്നതെന്ന്? ആൻസർ ഓഗസ്റ്റ് 29. സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ? ആൻസർ ബി ആണ്, മാർത്താണ്ഡവർമ്മ. 5, ചേരുംപടി ചേർക്കുക. കഥകളി, കൊട്ടാരക്കര തമ്പുരാൻ, ഓട്ടൻതുള്ളൽ, കുഞ്ചൻ നമ്പ്യാർ, ചണ്ടാല ഭിക്ഷുകി, കുമാരനാശാൻ, കൃഷ്ണഗാഥ, ചെറുശ്ശേരി. ആൻസർ എ ആണ്. കേരളത്തിൽ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി? ആൻസർ സി സജി ചെറിയാൻ. ഇന്ത്യയുടെ അഗ്നിപുത്രി എന്നറിയപ്പെടുന്ന ടെസി തോമസിൻ്റെ ജന്മസ്ഥലം? ആൻസർ ബി ആലപ്പുഴ. ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരം? ആൻസർ ഡി ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ്. 2023 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാള സിനിമ നടൻ ആര്? ആൻസർ ബി മോഹൻലാൽ. 10, കേരള നവോത്ഥാന രംഗത്ത് ധാരാളം മാറ്റങ്ങൾക്ക് വഴി തെളിയിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചതാര്? ആൻസർ സി VT ഭട്ടതിരിപ്പാട്. 11, ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടാത്ത രാജ്യം? ആൻസർ എ താജിക്കിസ്ഥാൻ. 12, ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാചൽ പ്രദേശ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം? ആൻസർ ബി ഷിപ്കില. ലിബ്ലേഗ് ഉത്തരാഖണ്ഡ് ടിബറ്റ്, നാതുല സിക്കിം ടിബറ്റ്, സോജില ശ്രീനഗറിനെ ലേയുമായിട്ട് കണക്ട് ചെയ്യുന്നു. 13, കാരക്കോറം പർവ്വതനിരയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന? 1, കാരക്കോറം പർവ്വതനിരയിലാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത്. അത് ശരിയാണ്. പിന്നെ മൂന്നാമത്തേതാണ് ശരി. ആൻസർ സി ആണ്, 1ഉം 3ഉം ശരി. കാരക്കോറം പർവ്വതനിരയുടെ തുടർച്ചയാണ് ടിബറ്റിലെ കൈലാസ പർവ്വതനിരകൾ. 14, താഴെ തന്നിരിക്കുന്നവയിൽ ഉപദ്വീപിയൻ നദികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ആൻസർ സി ആണ്, 1ഉം 3ഉമാണ് ശരി. നർമ്മദ നദി ഉത്ഭവിക്കുന്നത് ഛത്തീസ്ഗഡിലെ മൈക്കല നിരകളിൽ നിന്നാണ്. കൃഷ്ണ നദിയുടെ പോഷക നദി എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാൻ ഒരു കോഡുണ്ട്. തുംബിക്കോ കൃഷ്ണ, തുംഗഭദ്ര, തുമ്പീൻ്റെ ബി ഭീമ, തുമ്പിക്കോൻ്റെ കൊയ്ന. അപ്പോൾ തുംഗഭദ്ര, ഭീമ, കൊയ്നയാണ് കൃഷ്ണ നദിയുടെ പോഷക നദികൾ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഉപദ്വീപിയൻ നദികൾക്ക് അപരദന തീവ്രത താരതമ്യേന കുറവാണ്. 15, ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ഇരുമ്പയിര് മേഖല? ആൻസർ എ സുന്ദർഗഡ്. 16, ദേശീയ ജലപാത നാഷണൽ വാട്ടർവേ 3 കടന്നുപോകുന്ന ഇന്ത്യൻ സംസ്ഥാനം? ആൻസർ സി കേരളം. 17, ഇന്ത്യയിലെ പ്രധാന അണുവോർജ്ജ നിലയമായ റാവത്ത് ഭട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ആൻസർ ഡി രാജസ്ഥാൻ. 18, മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകത്തിലെ മംഗലാപുരം വരെയുള്ള സഞ്ചാരപാതയിൽ കൊങ്കൺ റെയിൽവേ പിന്നിടുന്ന നദികളുടെ എണ്ണം? ആൻസർ എ 146. 19, ബംഗാളിലെ ആദ്യ വർത്തമാന പത്രമാണ് സുലഭ് സമാച. താഴെ തന്നിരിക്കുന്നതിൽ റാബി വിളയല്ലാത്തത് ഏത്? ആൻസർ സി ആണ്, പരുത്തിയാണ്. പരുത്തി ഖാരിഫ് വിളയാണ്. 21, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ബ്രഹ്മസമാജത്തെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ആൻസർ സി ആണ്, 1, 2, 3. ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യും. സ്ത്രീകൾക്ക് എതിരായ വിവേചനം അവസാനിപ്പിക്കുക. സതി, ശൈശവവിവാഹം എന്നിവ അവസാനിപ്പിക്കുക. 22, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഭാഗമാകാൻ വിസമ്മതിച്ച നാട്ടുരാജ്യം? ക്വസ്റ്റ്യൻ ക്യാൻസലാണ്. 23, ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതിയെ എതിർത്തുകൊണ്ട് 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയ നേതാക്കൾ ഏതൊക്കെ? ആൻസർ സി ആണ്, സിയാ ദാസും മോത്തിലാൽ നെഹ്റുവും. സിയാ ദാസ് ഇതിൻ്റെ പ്രസിഡൻറ്റും മോത്തിലാൽ നെഹ്റു ഇതിൻ്റെ പ്രഥമ സെക്രട്ടറി ആയിരുന്നു. 24, സ്ത്രീകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി 1916 മഹാരാഷ്ട്രയിൽ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? ആൻസർ സി DK കാർവെ. 25, സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യക്കാരിൽ ദേശസ്നേഹം വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഭാരതമാത എന്ന ചിത്രം വരച്ചതാരായിരുന്നു? ആൻസർ ബി അവനീന്ദ്രനാഥ ടാഗോർ. 26, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് കരുത്തു പകർന്ന പ്രാദേശിക പത്രങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പ്രാദേശിക ഭാഷാ പത്ര നിയമം നിലവിൽ വന്ന വർഷം? ആൻസർ ബി 1878. 27, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യ സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് നടന്നത് എന്നായിരുന്നു? ആൻസർ 1951-52 കാലഘട്ടത്തിലാണ്. 28, ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ ചെയർമാനും മറ്റും അംഗങ്ങളും
ആരെല്ലാമായിരുന്നു? ആൻസർ സി ആണ്. ഫസൽ അലി ആയിരുന്നു ഇതിൻ്റെ ചെയർമാന്. പിന്നെ ഫസൽ അലിയും അംഗങ്ങളായിട്ട് KM പണിക്കറും HN കുൻസ്രുവും. 29 സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവങ്ങളെ കാലഗണനാക്രമത്തിലാക്കുക. ആൻസർ ഡി ആണ്. കുണ്ടറ വിളംബരം 1809 ജനുവരി 11, മലയാളി മെമ്മോറിയൽ 1891, മാപ്പിള ലഹള 1921, വൈക്കം സത്യാഗ്രഹം 1924. സ്വാതന്ത്ര്യാനന്തര ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യയുടെ പര്യവേഷണങ്ങളെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ആൻസർ ബി ആണ്. 1, 2, 4 ശരി. 1962 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായി. 1969 ISRO രൂപീകരിച്ചു. ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പയാണ്. 1975 ആര്യഭട്ട എന്ന ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു. 31 ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ആൻസർ സി ആണ്. 1, 2, 3 പ്രസ്താവന ശരിയാണ്, 4 തെറ്റാണ്. 1993 ഒക്ടോബർ 12 ഇന്ത്യ ഗവൺമെൻറ് മനുഷ്യാവകാശ കമ്മീഷനെ നിയമിച്ചത്. നിയമം പാസ്സായത് സെപ്റ്റംബർ 28. 93 സെപ്റ്റംബർ 28 നിയമപ്രകാരം ഒക്ടോബർ 12 നിലവിൽ വരുന്നത്. കമ്മീഷനിൽ ചെയർമാൻ അടക്കം 6 അംഗങ്ങൾ, അല്ലാണ്ട് മെമ്പേഴ്സ് 5 അംഗങ്ങൾ. ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു. 32 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് എന്നത് മൗലിക കടമയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത്? ആൻസർ ബി ആണ്. 2002 86 ഭരണഘടനാ ഭേദഗതി. 33 മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായതേത്? 2ഉം 3ഉം പ്രസ്താവനയാണ് ശരി. മൗലിക അവകാശം ജസ്റ്റിസബിൾ ആണ്, അതായത് ന്യായവാദാർഹങ്ങളാണ്. 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. 34 വിവരാവകാശ നിയമം 2025 2019 ഭേദഗതിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതൊക്കെ? 2 മാത്രമാണ് തെറ്റ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി എന്ന് പറയുന്നത് 6 അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നവരെയാണ്. ഏതാണോ ആദ്യം അതായിരിക്കും. അതുപോലെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറാണ് 5 അല്ലെങ്കിൽ 65 ആയിരിക്കും. ഇന്ത്യൻ വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12 പ്രധാനമന്ത്രി ചെയർമാനായ സെലക്ഷൻ കമ്മിറ്റി നാമനിർദ്ദേശം ചെയ്യുന്ന വ്യക്തിയാണ് പ്രസിഡന്റ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിക്കുന്നത്. വിവരാവകാശ നിയമത്തിന്റെ പരിപാലനം നിരീക്ഷിക്കുക, സർക്കാർ വകുപ്പുകളിൽ പബ്ലിക് വിവരം ലഭ്യമാക്കുന്നത് ഉറപ്പിക്കൽ എന്നിവയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറുടെ മുഖ്യ ചുമതലകൾ. 35 ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന സ്വകാര്യ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് 2ഉം 3ഉമാണ് ശരി. സ്വകാര്യ സ്വത്തവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയത് ആരുടെ കാലയളവിലാണെന്ന് വെച്ചാൽ മൊറാർജി ദേശായിയുടെ കാലയളവിലാണ്. കാരണം 1978 44 ഭേദഗതി പ്രകാരമാണ് സ്വകാര്യ സ്വത്തവകാശം മൗലിക അവകാശം അല്ലാണ്ട് നിയമാവകാശമാക്കുന്നത്. അപ്പോൾ ആ സമയത്ത് മൊറാർജി ദേശായിയാണ്. അത് നമുക്ക് സ്വത്ത്, ദേശം അങ്ങനെ വെച്ച് കണക്ട് ചെയ്തിട്ട് ആ പ്രൈം മിനിസ്റ്റർ നമുക്ക് ഓർത്തിരിക്കാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. 1978 44 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വകാര്യ സ്വത്തവകാശം മൗലികാവകാശ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത്. നിലവിൽ ഭരണഘടനയുടെ 300 വകുപ്പിലാണ് സ്വകാര്യ സ്വത്തവകാശത്തെക്കുറിച്ച് പറയുന്നത്. അതും ശരിയാണ്. ഇനി 36 ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത്. ജനഗണമനയും വന്ദേ മാതരം അംഗീകരിച്ചത് 1950 ജനുവരി 24 1950 ജനുവരി 26 ദേശീയ മുദ്ര അംഗീകരിച്ചത്. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് വകുപ്പിലാണ് ദേശീയ പതാകയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? എ ആണ് ഉത്തരം. 51 എ വകുപ്പിലാണ് പ്രതിപാദിക്കുന്നത്. അതായത് ദേശീയ പതാകയൊക്കെ നമ്മൾ ബഹുമാനിക്കുന്നത് നമ്മുടെ മൗലിക കടമയാന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 51 എ. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പൊതുവേദിയിൽ പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ആൻസർ എ ആണ്. 1896 കൽക്കത്ത സമ്മേളനം. 39 അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ്? ആൻസർ ബി ആണ്. 16 വകുപ്പ്. 40 ഇന്ത്യയുടെ ദേശീയ ചിഹ്നവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ആൻസർ സി ആണ്. 3 മാത്രം. 1950 ജനുവരി 26 ദേശീയ ചിഹ്നം ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചത്. അതുകൊണ്ട് അത് തെറ്റാണ്. ബാക്കിയൊക്കെ ശരിയാണ്. സത്യമേവ ജയതേ എന്നത് മുണ്ടകോപനിഷത്തിൽ നിന്നും എടുത്ത ഒരു മുദ്രാവാക്യമാണ്. ദേശീയ ചിഹ്നത്തിൻ്റെ അടിഭാഗത്ത് ആലേഖനം ചെയ്തിരിക്കുന്നു. സിംഹം, കാള, കുതിര, ആന എന്നീ മൃഗങ്ങളുടെ രൂപങ്ങൾ ദേശീയ ചിഹ്നത്തിലുണ്ട്.
സാരാനാഥിലെ അശോക സ്തംഭത്തിലെ സിംഹ തോരണമാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി സ്വീകരിച്ചത്. 41 കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. ആൻസർ എ വെമ്പനാട് കായലാണ്. 42 ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി. ആൻസർ ബി പമ്പ. 43 കേരളത്തിലെ ഔദ്യോഗിക പക്ഷിയാണ്. ആൻസർ ഡി മലമുഴകി വേഴാമ്പൽ. 44 കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം. ആൻസർ എ പെരിയാർ. 45 കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം. ആൻസർ എ മംഗളവനം. 46 വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല. ആൻസർ ഡി തിരുവനന്തപുരം. 47 കേരള കായിക ദിനം. ആൻസർ എ ഒക്ടോബർ 13 ജി വി രാജയുടെ ജന്മദിനം. 48 കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ പദ്ധതി. 49 കേരളത്തിലെ ആദ്യ നിത്യഹരിത വനം. ആൻസർ എ സൈലന്റ് വാലി. 50 കേരളത്തിലെ ഗവർണറായ ആദ്യ മലയാളി വി വിശ്വനാഥൻ. 51 തിരുവിതാംകൂർ സഖ പണ്ടാരപ്പാട്ട് വിളംബരം പുറപ്പെടുവിപ്പിച്ച വർഷം 1865. 52 കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക്. ആൻസർ ഡി നെടുങ്ങാടി ബാങ്ക്. 53 താഴെ പറയുന്നതിൽ മലബാറിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത സംഭവം. അത് 1936 ഇലക്ട്രിസിറ്റി സമരം. അത് കൊച്ചി രാജവംശത്തിൻ്റെ ഭാഗമായിട്ടുള്ള അവിടെയാണ് നടന്നത്. കേരളത്തിലെ മലബാറിൻ്റെ ഭാഗമായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സംഭവങ്ങളാണ് 1916 ആനി ബസൻ്റെ അധ്യക്ഷതയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനം, കീഴരിയൂർ ബോംബ് കേസ്, മുഹമ്മദ് അബ്ദുറഹ്മാൻ്റെ നേതൃത്വത്തിൽ നടന്ന ഉപ്പ് നിയമ ലംഘന സമരം. 54 1932 നിവർത്തന വൃക്ഷവുമായി ബന്ധപ്പെട്ട് ബന്ധമില്ലാത്ത താര്. ആൻസർ ബി കെ കേളപ്പൻ. എൻ വി ജോസഫ്, പി കെ കുഞ്ഞു, സി കേശവനൊക്കെ നിവർത്തന വൃക്ഷവുമായി ബന്ധമുള്ള ആൾക്കാരാണ്. ഏത് കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ ഭാഗമായാണ് കേരളത്തിലെ ആദ്യ മഹിളാ സമ്മേളനം നടന്നത്? ആൻസർ സി വടകര. 56 1921 നടന്ന ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാരായിരുന്നു? ആൻസർ എ ആണ് ടി പ്രകാശം. 57 ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ആൻസർ സി ആണ്. സ്ത്രീകൾക്ക് മേൽമുണ്ടും ജാക്കറ്റും ധരിക്കാനുള്ള അവകാശം നേടിക്കൊടുത്തു. അത് വൈകുണ്ഠസ്വാമിയാണ് മേൽമുണ്ടും ജാക്കറ്റും ധരിക്കാനുള്ള അവകാശം നേടിക്കൊടുത്തത്. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രഖ്യാപനമാണ് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കുവാനുമാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക, അതുപോലെ മനുഷ്യ സ്നേഹത്തിലും സർവമത സാഹോദര്യത്തിലും അധിഷ്ഠിതമായിരുന്നു പ്രവർത്തനങ്ങൾ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാരായിരുന്നു? ആൻസർ എ ആണ് ഗുരുദേവൻ പൊയ്ക്കൽ യോഹന്നാർ. 59 1615 കേരളത്തിലെത്തി സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയാണ് വില്യം കീലിംഗ്. 60 വയനാട്ടിലെ കുറിച്യ കലാവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെ? ആൻസർ ഡി ആണ്. എല്ലാം ശരിയാണ്. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തി. നികുതി പണമായി അടക്കാൻ നിർബന്ധിച്ചു. നികുതി അടക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി പിടിച്ചെടുത്തു. 61 വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി വർഷം തോറും റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടന ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ IUCN ആണ്. ആൻസർ. 62 പഴങ്ങളും പച്ചക്കറികളും പാകം ചെയ്യുമ്പോൾ അടച്ചു വേവിക്കണമെന്ന് പറയുന്ന ഏത് വിറ്റാമിൻ നഷ്ടപ്പെടാതിരിക്കാനാണ്? ആൻസർ സി ആണ് വിറ്റാമിൻ സി. 63 കണ്ടൽക്കാടുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ആൻസർ സി ആണ്. 1, 2 മാത്രം. തീരപ്രദേശത്തെ മണ്ണ് പിടിച്ചു നിർത്തുന്നു, സുനാമിയെ തടയുന്നു. 64 കാൽമുട്ടുകളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഇവയിലേതാണ്? ആൻസർ എ വിജാഗിരി സന്ധി. 65 ഭൗമസൂചക പദവി ലഭിച്ച കുറ്റ്യാട്ടൂർ മാങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശം ഉൾപ്പെടുന്ന ജില്ലയേത്? ആൻസർ ബി കണ്ണൂർ. 66 താഴെ കൊടുത്തിരിക്കുന്നതിൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ അല്ലാത്തവ ഏതൊക്കെ? ആൻസർ ഡി കോളറ, ടൈഫോയിഡ്. 67 മോണകളിൽ നിന്ന് രക്തവും പഴുപ്പും വരുന്ന രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരാളുടെ ഭക്ഷണത്തിൽ നിർബന്ധമായി ഉൾപ്പെടുത്തേണ്ട ഭക്ഷണ പദാർത്ഥം തിരഞ്ഞെടുക്കുക. അതായത് മോണകളിൽ നിന്ന് രക്തവും പഴുപ്പും ഒക്കെ വരുന്നുണ്ട്, അവർക്ക് വിറ്റാമിൻ സിയുടെ കുറവാണ്. അതുകൊണ്ട് തന്നെ ആൻസർ ബി ആണ്. നെല്ലിക്കയും നാരങ്ങയാണ് വിറ്റാമിൻ സി കൂടുതലായിട്ടുള്ളത്, അതുകൊണ്ട് അതാണ് ആൻസർ. 68 മനുഷ്യൻ്റെ ലിംഫ് വ്യവസ്ഥയെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ തെറ്റായത് കണ്ടുപിടിച്ച് എഴുതുക. ആൻസർ എ ആണ്. ലിംഫിൽ എല്ലാ രക്തകോശങ്ങളും വലിയ പ്രോട്ടീനും കാണപ്പെടുന്നു. അത് തെറ്റാണ്. ലിംഫിൽ രക്തകോശങ്ങളൊന്നും കാണപ്പെടുന്നില്ല. ശരിയായ ഉത്തരങ്ങൾ ബി. ലിംഫ് കൊഴുപ്പിൻ്റെ ദഹനഫലമായി ഉണ്ടാകുന്ന ലഘുഘടകം ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നു. ലിംഫ് രക്തത്തിൽ നിന്നും രൂപം കൊള്ളുന്നു. ലിംഫ് വ്യവസ്ഥ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നു. 69 മഴക്കാലത്ത് വ്യാപകമായ കൊതുകുജന്യ രോഗങ്ങളെ തടയാൻ ഫലപ്രദമായ മാർഗം തിരഞ്ഞെടുക്കുക. ആൻസർ ഡി മുകളിൽ കൊടുത്തവയൊക്കെ. ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈ ഡേ ആചരിക്കുക. കെട്ടിടങ്ങൾക്ക് ചുറ്റുമുള്ള പാഴ്ചെടിയും മാലിന്യങ്ങളും നീക്കം ചെയ്യുക. വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കാതിരിക്കുക. 70 പുല്ല് ആരോ, മാൻ ആരോ, കടുവ ആരോ, കഴുകൻ. ഈ ഭക്ഷ്യ ശൃംഖലയിലെ തൃതീയ ഉപഭോക്താവ്? ആൻസർ സി ആണ് കഴുകൻ. പുല്ല് എന്ന് പറയുന്ന പ്രൊഡ്യൂസറാണ്. മാനാണ് ഫസ്റ്റ് ഉപഭോക്താവ്.
കടുവ ദ്വിതീയം, കഴുകൻ തൃതീയം. 71. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏത് ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ബി ആണ്, ഏണസ്റ്റ് റൂതർഫോർഡ്. ഏണസ്റ്റ് റൂതർഫോർഡ് ആണ് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയത്, ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത്. അദ്ദേഹം അണുകേന്ദ്ര ഭൗതികത്തിൻ്റെ പിതാവാണ്. ഗോൾഡ് ഫോയിൽ പരീക്ഷണം നടത്തി. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതൊക്കെയാണ്? ആൻസർ എ ആണ്, 1ഉം 3ഉമാണ് ശരി. 17ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് ഹാലോജനുകൾ. 14ാം ഗ്രൂപ്പ് മൂലകം സംക്രമണ മൂലകം, അത് തെറ്റാണ്. 2 മുതൽ 13 വരെയുള്ള ഗ്രൂപ്പ് മൂലകങ്ങളെയാണ് നമ്മൾ സംക്രമണ മൂലകങ്ങൾ എന്ന് പറയുന്നത്, അതായത് ഡി ബ്ലോക്ക്. 3. ഹെൻറി മോസ്ലിയാണ് ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത്, ശരിയാണ്. അടുത്ത 4ാമത്തെ തെറ്റാണ്. ത്രികങ്ങൾ എന്ന പേരിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് ഡൊബറൈനർ ആണ്. 73. ഒരു സമതല ദർപ്പണത്തിൽ വസ്തുവിൻ്റെ വലതുഭാഗം പ്രതിബിംബത്തിൻ്റെ ഭാഗമായും വസ്തുവിൻ്റെ ഇടതുഭാഗം പ്രതിബിംബത്തിൻ്റെ വലതുഭാഗമായും കാണുന്നു. ഈ പ്രതിഭാസം ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ സി ആണ്, പാർശ്വിക വിപര്യം. 74. പ്രവൃത്തിയുടെ SI യൂണിറ്റ് ജൂളാണ്. 75. വൈദ്യുത മോട്ടോറിലെ ഊർജ്ജ മാറ്റം ഡാഷ് ആണ്. ആൻസർ ബി ആണ്, വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമാക്കുന്നു. 76. തന്നിരിക്കുന്നവയിൽ അയിരിൻ്റെ സാന്ദ്രണവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ആൻസർ ഡി ആണ്, ഉത്പതനം. 77. താഴെ പറയുന്നതിൽ കത്തുന്ന വാതകം ഏതാണ്? ആൻസർ ബി ആണ്, ഹൈഡ്രജൻ. ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന വാതകമാണ്. 78. പ്രകൃതിദത്ത പോളിമറായ റബ്ബറിൻ്റെ മോണോമർ ഏതാണ്? റബ്ബറിൻ്റെ മോണോമർ ഐസോപ്രീൻ ആണ്. 70. താഴെ തന്നിരിക്കുന്നതിൽ മാസിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? 3ഉം 4ഉം തെറ്റാണ്. മാസിൻ്റെ ശരിയായ പ്രസ്താവനകളാണ്: ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് കോമൺ ബാലൻസ് ഉപയോഗിച്ച് അളക്കുന്നു. 80. സാധാരണ അവസ്ഥയിൽ മനുഷ്യൻ്റെ ശരീര താപനില എന്താണ്? ആൻസർ സി ആണ്, 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. 81. മാത്സ് ആണ്. റൂട്ട് ഓഫ് 5625 ഈക്വൽ ടു 75 ആണെങ്കിൽ റൂട്ട് ഓഫ് 0.5625 പ്ലസ് റൂട്ട് ഓഫ് 56.25 എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ആൻസർ 8.25 ആണ്, അതായത് 0.5 കിട്ടും. അത് ഉത്തരം 8.25. 82ൻ്റെ ഉത്തരം സി ആണ്. 83ൻ്റെ ഉത്തരം ബി ആണ്. 84ൻ്റെ ഉത്തരം സി ആണ്. 85ൻ്റെ ഉത്തരം എ ആണ്. 86ൻ്റെ ഉത്തരം ബി ആണ്. 87ൻ്റെ ഉത്തരവും ബി ആണ്. 88ൻ്റെ ഉത്തരം സി ആണ്. 89ൻ്റെ ഉത്തരം എ ആണ്. 90ൻ്റെ ഉത്തരം ഡി ആണ്. 91ൻ്റെ ഉത്തരം ബി ആണ്. 92ൻ്റെ ഉത്തരം എ ആണ്. 93ൻ്റെ ഉത്തരം സി ആണ്. 94ൻ്റെ ഉത്തരം സി ആണ്. 95ൻ്റെ ഉത്തരം ബി ആണ്. 96ൻ്റെ ഉത്തരം ഡി ആണ്. 97ൻ്റെ ഉത്തരം എ ആണ്. 98ൻ്റെ ഉത്തരം ബി ആണ്. 99ൻ്റെ ഉത്തരം എ ആണ്. 100ൻ്റെ ഉത്തരം സി ആണ്. താങ്ക് യു ഫ്രണ്ട്സ്.